അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഇവിടെ കുട്ടികൾക്കൊക്കെ ലീവായിരുന്നു, പൊങ്കലിൻ്റെ ലീവായിരുന്നു കേട്ടോ. നമ്മൾ തമിഴ്നാടിൻ്റെ അടുത്തായതുകൊണ്ട് അങ്ങനെയുള്ള ലീവുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഒരു ദിവസമേ ലീവുള്ളൂ. അപ്പോൾ രാവിലെ എണീച്ച് ജിമ്മെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ വളരെ പതുക്കെ തന്നെയാണ് കേട്ടോ ചായയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്ന് പാല് വരാനും കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു, ഞാൻ വരാനും കുറച്ച് വൈകി, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഓക്കെ, അപ്പോൾ ഞാൻ പാലൊക്കെ ഒഴിച്ച് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. ചായ ഉണ്ടാക്കുമ്പോൾ പാല് വേറെ തിളപ്പിച്ച് ചായ വേറെ തിളപ്പിച്ചിട്ടൊക്കെ ചായ ഉണ്ടാക്കുമ്പോൾ പാല് വേറെ തിളപ്പിച്ച് പിന്നെ ചായപ്പൊടി വെള്ളത്തിലിട്ടിട്ട് അത് വേറെ തിളപ്പിച്ചിട്ടൊക്കെ നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. അത് അങ്ങനെ ശീലിച്ചു പോയി. വേറെ ടൈപ്പ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് വെള്ളം എടുത്തിട്ട് കുറേ അധികം പാലെടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചായ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നല്ല കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട്. ഉമ്മയുടെ അസുഖം മാറിയിട്ട് പണികൾ എടുക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. ഓക്കെ, താങ്ക് യു. ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലേറ്റ് കാര്യങ്ങളൊന്നും കഴുകാനോ തൂക്കാനോ അതിനൊന്നും പറ്റില്ല കേട്ടോ. ഞാനില്ലാത്ത സമയത്ത് അതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ കഴുകി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ഞാനും ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അവിടെ സമാധാനത്തോടെ ഇരിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടിക്കുള്ള ബൂസ്റ്റ് ഉണ്ടാക്കി അയൻകുട്ടിക്ക് ഞങ്ങൾക്കുള്ള ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിദു നല്ല അടിപൊളി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എപ്പോഴും എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റ്സൊക്കെ വായിക്കാൻ. ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില തീരെ പിടിക്കില്ലാടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ സെക്കൻഡ് മോനും M4 ടെക് വീഡിയോ എപ്പോഴും കാണും. ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാണ് കാണാറ്. ഞാനും സെയിം രീതിയിലാണ് മോരുകറി വെക്കാറ്. ബട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ക്യുമിൻ സീഡും ചേർക്കാറുണ്ട്, ഉലുവയും ചേർക്കും. ഞാനും നൈറ്റിൽ ഫ്രൂട്ട്സാണ് കഴിക്കാറ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മുരിങ്ങയിലയുടെ കാര്യങ്ങൾ എനിക്ക് കറക്റ്റായി അറിയില്ല. പക്ഷെ അതിന് താഴെ മുരിങ്ങയ്ക്ക് നല്ല വെയിൽ വേണം എന്നാലേ പിടിക്കുള്ളൂ എന്ന് കണ്ടു. അപ്പം ഞങ്ങളിവിടെ വെയിൽ നന്നായി കൊള്ളാറുണ്ട് കേട്ടോ മുരിങ്ങ. പക്ഷേ ഈ ഇലക്ട്രിക്കിൻ്റെ ഇങ്ങനെ കമ്പികളൊക്കെ പോണ കാരണം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവർ വെട്ടി വിടും കേട്ടോ. എന്നാലും നല്ല രീതിയിൽ വരാറുണ്ട്. ഞങ്ങൾക്കത് വലിച്ച് വെക്കാൻ സമയം ഭയങ്കര കുറവാണ്. ഡെയിലി ഇലക്കറികൾ കഴിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ വേറെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതങ്ങ് വിട്ടുപോകും. കുറേ സമയം വേണമല്ലോ നന്നാക്കാനും ഒക്കെ. മുരിങ്ങയിലൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ചും വേണം. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂത്ത ഇലയോളും ഒക്കെ എടുക്കും. ഉമ്മാക്കാണ് അതിൻ്റെ പാകം കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ ഉമ്മാനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ചിലപ്പോൾ സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനും മോനും ഇരുന്ന് ചായ എല്ലാം കുടിച്ചു. അവനവിടെ എന്തൊക്കെയോ കാർട്ടൂൺ പോലെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. M4 ടെക്കിൻ്റെ വീഡിയോ തന്നെ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ബാങ്ക് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടോ അയാളുടെ വീഡിയോ. അല്ലെങ്കിൽ ചുമ്മാ അവൻ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ ചപ്പാത്തി പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ, അയാളുടെ വീഡിയോ കാണും. അതിലൊക്കെ എന്താ സുഖം കിട്ടണമെന്ന് എനിക്കറിയില്ല. ഇരുന്ന് കാണും ആ ബംഗാളി ഫുഡ് അടിക്കുന്ന ആ ചാനൽ. അവന് ഇവിടെ ചോറും മീൻകറിയാണെങ്കിൽ അവനവിടെ പിസ്സ ബർഗറിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട് കഴിക്കണം കാണും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചോദിക്കും, നീ അത് കണ്ടിട്ട് ഈ ചോറിനെ അങ്ങനെ വിചാരിച്ചിട്ടാണോ കഴിക്കണമെന്ന് ചോദിക്കും കേട്ടോ. ഇപ്പം പിന്നെ ഞങ്ങളെല്ലാവരും അതിരുന്ന് കാണും കേട്ടോ. അയാൾ കഴിക്കണ വീഡിയോ നല്ല രസമാണ് കാണുന്നത്. എങ്ങനെയാണ് പാലക്കാട് എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. മലപ്പുറം ബോർഡറിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ പാലക്കാട് ബോർഡറിലോട്ട് എത്തിയെന്ന് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കല്യാണം കഴിഞ്ഞ് വന്നതാണ്, വേറൊന്നുമല്ല. അവിടെ അതൊക്കെ വലിയൊരു സ്റ്റോറിയാണ്. ഓക്കെ, കുറേ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്കറിയുന്ന ഒരാൾ കല്യാണം കൊണ്ടുവന്നതാണ്. ഞാൻ 10 +1 പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രപ്പോസൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അത് കല്യാണം കഴിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് തന്നെയായിരുന്നു. അങ്ങനെ വന്ന് ഈ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ കെട്ടിയിട്ട് വന്നതാണ്. ലവ് മാരേജും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. മോനോട് ഇരുന്ന് വെള്ളം കുടിക്കാൻ പറയൂ, സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ഞാൻ പറയാം കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല.
പച്ചപ്പ് കണ്ടപ്പോൾ ഹാപ്പി. ഇവിടെ മുരിങ്ങയൊക്കെ കുറവാണ്, വെയിലായിട്ട് എന്ന്. ഒരു ഭാഗത്ത് വെയിൽ വേണമെന്ന് പറയുന്നു, ഒരു ഭാഗത്ത് വെയിലായതുകൊണ്ട് മുരിങ്ങയില ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ എന്തായാലും ഇലകളൊക്കെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചുക്കട്ടിക്കായൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ പൂരി ഉണ്ടാക്കിയപ്പം മസാല ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചെറുപയർ കറി വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഉപ്പ അങ്ങനെ പറഞ്ഞേ ഇതിന് ഇങ്ങനെ പൂരി മസാല തന്നെ വേണം, അപ്പോഴാണ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇന്നെന്തായാലും വൈകി, അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കാമെന്ന്. എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് പൊരിച്ച പത്തിരിയും ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ കഴിക്കാനാണ് കേട്ടോ ആഗ്രഹം. രാവിലെയൊക്കെ ഒരു ദിവസം ഉണ്ടാക്കണം പൊരിച്ച പത്തിരി, എൻ്റെ ഫേവറേറ്റാണ്. ആർക്കെങ്കിലും ഇഷ്ടമാണോ എന്താ പറയുക അങ്ങനത്തെയൊക്കെ കഴിക്കുന്നത്? അങ്ങനെ ഇതാ നമ്മൾ കിഴങ്ങൊക്കെ റെഡിയാക്കി അതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. ഒരു 3-4 വിസിൽ അടിക്കുമ്പോഴത്തേക്കും സെറ്റാവും കേട്ടോ. പിന്നെ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ ഭൂരി ഉണ്ടല്ലോ ഇങ്ങനെ പപ്പടം പോലെ അങ്ങ് പൊള്ളച്ചങ്ങ് വരുമൊന്നുമില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് അങ്ങനത്തെ ഭൂരി ഇഷ്ടമല്ല, ഫുള്ള് പൊള്ളച്ച ഭൂരി ഇഷ്ടമല്ല. ഞാൻ വെറും ഗോതമ്പ് മാവിൽ മാത്രമാണ് ഭൂരി ഉണ്ടാക്കാറ്. അതുകൊണ്ട് ചില ഭാഗം പൊങ്ങും ചില ഭാഗം പൊങ്ങില്ല. എനിക്ക് കുറച്ച് സോഫ്റ്റും ക്രിസ്പിയും കൂടെ കൂടിയിട്ടുള്ള ഭൂരിയാണ് ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം കേട്ടോ. അല്ലാണ്ട് ഫുള്ളായിട്ട് പൊള്ളിയ ഭൂരി ഇഷ്ടമില്ല. അത് കഴിക്കുമ്പോൾ വേറെ എന്തോ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നാറ്. പക്ഷേ ചപ്പാത്തിയൊക്കെ ഫുള്ളായിട്ട് പൊള്ളിയത് വേണം, ഭൂരി കഴിക്കുമ്പോൾ എന്തോ അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഉപ്പും കുറച്ച് എണ്ണയും ഗോതമ്പ് പൊടി മാത്രമാണ് ഞാൻ കുഴച്ച് വെക്കാറ്. പലരും റവ മൈദയൊക്കെ മിക്സ് ചെയ്യാറുണ്ട്. ഈ ഒരു പൂരിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ആട്ട വേണം, എന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. കാണാൻ ഇനിയിപ്പോൾ മുഞ്ചില്ലെങ്കിലും കഴിക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ ഞാൻ പൊരി മസാല ഉണ്ടാക്കുമ്പം എനിക്ക് വലിയുള്ളി ധാരാളം വേണം, നിറയെ വേണം പറഞ്ഞാൽ നിറയെ വേണം. ഞാനിവിടെ ഒരു 5 എണ്ണെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഒരുപാട് വലുതല്ല, ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടാവും. പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു 4 എണ്ണ എടുത്തിട്ടുള്ളൂ, ഇല്ലെങ്കിൽ 8-10 എണ്ണമൊക്കെ ഇടും കേട്ടോ. അപ്പുറത്ത് നമ്മുടെ മസാല ആയിട്ട് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ എപ്പോഴും മസാല ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കടുകും ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് പൊട്ടി വന്ന ശേഷം ഇതാ കറിവേപ്പില പച്ചമുളക് വലിയുള്ളിയും കൂടെ ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. ഒന്നായ ശേഷമാണ് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, ഇതെനിക്ക് മസ്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ പച്ചമണക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ച നമ്മുടെ പൊട്ടറ്റോ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ടൈറ്റും അല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല, ആ ഒരു രീതിയിലാണ് മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാറ് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ താൻ നമ്മുടെ കുക്കറൊന്ന് ചുഴറ്റിയിട്ട് ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സൂപ്പറാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭൂരിക്ക് ഇത് കഴിക്കുന്നത്, ദോശയിൽ വെച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ അടിപൊളിയായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കൊത്തി അരിഞ്ഞ മല്ലിയില ചേർത്ത് ഞാൻ അങ്ങ് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ വേഗം പൂരിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടുണ്ട് കേട്ടോ. സമയം ഏകദേശം കണ്ടില്ലേ 9:45. ഇന്ന് ഭയങ്കര വൈകിട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിഹാനും അയാനും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം, പ്ലേറ്റ് ഗ്ലാസ് വെള്ളം ഇതൊക്കെ കൊണ്ടുവയ്ക്കുക പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എൻ്റെ ഒരു സമയത്തിനൊന്നും അവരെടുത്ത് വയ്ക്കില്ല. ഒരാൾ പിന്നെ കണ്ടില്ലേ റിമോട്ടും പിടിച്ചിട്ടാണ് വരുന്നത്, TV ഓണാക്കി വെച്ചിരിക്കുകയാണ് അവിടെ. റിമോട്ടും പിടിച്ചിട്ടാണ് കേട്ടോ അവനുള്ളിലോട്ട് വരുന്നത്. എനിക്കാണെങ്കിൽ അടുക്കളയിലോട്ട് റിമോട്ട് പിടിച്ചിട്ട് വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവനോട് ആദ്യം തന്നെ നീ ആ റിമോട്ട് കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം കൊണ്ടുവച്ചതാണ്. പിന്നെ ഇതാ പിള്ളേർ മസാലയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പൂരി അവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പൂരി ആയ ശേഷം വിളിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. എന്നാലല്ലേ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒത്തിരി അങ്ങോട്ട് ആക്കൂല, ചൂടോടെ കഴിക്കണമല്ലോ. എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തിട്ട് ലാസ്റ്റാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. പൂരി ആണെങ്കിലൊക്കെ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ ഉണ്ടാക്കി വെക്കാറില്ല. അങ്ങനെ ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുക്കും, കുറച്ച് ചൂടോടുകൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇക്കയും കുട്ടികളൊക്കെ ഇരുന്നു. ഇനിയിപ്പോൾ ഉപ്പാക്കുള്ളതും ആക്കി കൊടുക്കണം. പിന്നെ ഞാനും ഉമ്മയും കഴിക്കും അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത്
ഞാൻ ലഞ്ചൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു മട്ടൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പച്ചമുളക് തപ്പുകയാണ് കേട്ടോ. അവിടെ എത്ര മുളക് കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കോഫി കുറച്ച് സ്ട്രോങ് ആയിട്ടാട്ടോ ഉണ്ടാക്കിയത്. ക്ഷീണം പമ്പ കിടക്കുമെന്ന് അറിയില്ലേ, അങ്ങനെ നല്ല കോഫി ബ്രൂ ആണ് കേട്ടോ. അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഭൂരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഭൂരി ഉണ്ടാക്കാറ്. എനിക്ക് ഇങ്ങനത്തെ ഭൂരിയാണ് ഇഷ്ടം. ഫുള്ളായിട്ട് പൊള്ളി വന്ന ഭൂരി എനിക്കിഷ്ടമല്ല. ഇനിയിപ്പോൾ എന്താ ജിനിത്താടെ ഭൂരി ഇങ്ങനെയെന്ന് ആരും ചോദിക്കണ്ട. ഇതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പൊട്ടറ്റോ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇച്ചിരി പിക്കിളും കൂടി ഉണ്ടെങ്കിൽ സംഗതി സൂപ്പറാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങ് അതിലോട്ട് നമ്മുടെ മസാല നിറച്ചൊരു കഴിക്കലങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എത്ര ഭൂരി കഴിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു 4 ഭൂരി അതിൻ്റെ അപ്പുറം കഴിക്കാൻ വയ്ക്കാറില്ല. അതിൻ്റെ അപ്പുറം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ 1 ലിറ്റർ എണ്ണ കുടിച്ച പോലെ ഉണ്ടാവും കേട്ടോ എൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ ഇതാ കോഫിയും കൂടി ഒരു സിപ്പ് കുടിച്ച സംഗതി സൂപ്പർ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ ഒന്ന് കഴുകിയെടുത്ത ശേഷമാണ് കേട്ടോ നമ്മൾ ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ലഞ്ചിൻ്റെ വീഡിയോസൊന്നും എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു മട്ടൻ്റെ റെസിപ്പി മാത്രം ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതേപോലെ എൻ്റെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടു. താങ്ക് യു സോ മച്ച്. നമ്മുടെയൊക്കെ ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിലാകുമ്പോൾ എൻ്റെ സൗണ്ട് നന്നായി കേൾക്കാമല്ലോ. പിന്നെ വേഗം പോയി തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതേപോലെ നമ്മളോട് എഗ്ഗ് കറി ചോറിൽക്കോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഒരു കമൻറ്റ് കണ്ടേ. നമ്മൾ എഗ്ഗ് മസാലയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എഗ്ഗ് കറിയും ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഫിഷ് കറി വെക്കണ പോലെ എഗ്ഗ് കറിയും വെക്കാറുണ്ട്. അത് ചോറിലേക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എഗ്ഗ് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ചോറിലേക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ എഗ്ഗ് ഓംലേറ്റ് ഒക്കെ നമ്മൾ ചോറിൽ കഴിക്കില്ലേ, പിന്നെ എന്തിനാ ആ ഛർദിക്കുന്ന ഇമോജിയൊക്കെ ഇടുന്നത്? ഫുഡല്ലേ ഒന്നുമില്ലെങ്കിൽ. അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യണത് ഭയങ്കര മോശം കേട്ടോ. അപ്പോൾ മട്ടൻ എന്താ കുക്കറിലോട്ട് കഴുകിയ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി, അതേപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എക്സ്ട്രാ വീഡിയോ ഒന്നും എടുത്തില്ല, അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വിസിലടിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ എന്തെങ്കിലും ഒന്നാക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ വെള്ളത്തോടു കൂടി തന്നെ മട്ടൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് വറ്റിച്ച ശേഷം നമുക്ക് ഇതിലോട്ട് വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു വലിയുള്ളിയൊക്കെ ഉള്ളൂ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ഇതായി വരണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് കളറിൽ വരും കേട്ടോ. നമ്മൾ ബീഫൊക്കെ ആക്കൂലേ, അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ചെറിയൊരു വേവ് ബാക്കിയുള്ള പോലെ തോന്നി. അപ്പോൾ നന്നായി വന്ന ശേഷം ഞാൻ അതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഈവനിങ് ആയി. പിന്നെ നമ്മുടെ ചായ വെക്കൽ പരിപാടികളൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ ഈവനിങ്ങിൻ്റെ വ്ളോഗ് കുറച്ച് അതിലിട്ടിട്ട് ഇനി ഒരു ദിവസം ഈവനിങ് വ്ളോഗൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.